വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഫെഡറൽ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ്രവബലങ്ങൾ അല്ലെങ്കിൽ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ദ്രവബലങ്ങൾ അല്ലെങ്കിൽ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ് എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ തുടങ്ങിയ ടേം ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. ഏത് ടേമാണ്? ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ദ്രവം എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു ലിക്വിഡ് പ്ലസ് ഗ്യാസ് ബോത്ത് ആയിട്ട് ഒരുമിച്ച് വിളിക്കുന്ന അല്ലെങ്കിൽ ലിക്വിഡുകളെയും ഗ്യാസുകളെയൊക്കെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേര്, ജനറലി വിളിക്കുന്ന ഒരു പേരാണ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രവം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ആ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങി. ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം, ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങി. പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്താ വിളിക്കുന്നത്? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമം. അറിയാലോ, ഒരു ദ്രവത്തിലേക്ക് ഒരു വസ്തുവിനെ ഞാൻ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത്, അതിലേക്ക് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ബലം എക്സേർട്ട് ചെയ്യുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു. സോ ആ ഫോഴ്സിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എന്ന് വിളിച്ചത് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് നമ്മൾ വിളിച്ചു. അതിനുശേഷം പ്ലവക്ഷമ ബലത്തിനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഒക്കെ പറഞ്ഞു. ഡെൻസിറ്റി, വോളിയൂം ഒക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ബോയൻസി കണ്ടുപിടിക്കാം, അതിനുള്ള ഇക്വേഷനൊക്കെ എഴുതുന്നതായിരുന്നു. എങ്ങനെയാണ് പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കുന്നത്? എയറിലും വാട്ടറിലും ഉള്ള വെയിറ്റ് തന്നിരുന്നാൽ ഏതിൽ നിന്നും ഏത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ബോയൻസി കിട്ടും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇതെല്ലാം നമ്മൾ പറഞ്ഞു വന്ന് ഏറ്റവും അവസാന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഈ ചാപ്റ്ററിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയായ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആയിരുന്നു. ഏത് പ്രിൻസിപ്പിൾ ആയിരുന്നു? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വം. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ആർക്കിമിഡീസ് തത്വം. ആർക്കിമിഡീസ് തത്വം. അപ്പോൾ ഈ പറഞ്ഞ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തു. കവിഞ്ഞൊഴുകുന്ന ഒരു ജാർ അല്ലെങ്കിൽ ഒരു ഓവർഫ്ലോയിങ് ജാറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നു. അല്ലെങ്കിൽ ആർക്കിമിഡീസ് എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ പറഞ്ഞു. ഒരു വസ്തു പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ദ്രവത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ആ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നാണ് ആര് പറഞ്ഞത്? ആർക്കിമിഡീസ് പറഞ്ഞത്. സോ അതിനെയാണ് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ എന്താണ്? ഒരു ബോഡി അല്ലെങ്കിൽ ഒരു വസ്തു എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫുള്ളിയോ അല്ലെങ്കിൽ പാർഷ്യലി ആയിട്ടോ എന്ത് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൂയിഡിലേക്ക് അതിനെ ഇറക്കി വെക്കുന്ന സമയത്ത് ആ വസ്തുവിൽ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിലേക്ക് അനുഭവപ്പെടുന്ന ബോയൻസി എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും? ആ വസ്തു ആദേശം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഭാരത്തിന്, വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. ആ തത്വത്തിനെയാണ് നമ്മൾ ഏത് പറഞ്ഞത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഒരു പ്രിൻസിപ്പിളും കൂടെ അല്ലെങ്കിൽ ഒരു ചെറിയ ലോയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ലോയെ വിളിക്കുന്ന പേര് ലോ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം എന്ന് വിളിക്കും. ഒന്നെങ്കിൽ ലോ ഓഫ് ഫ്ലോട്ടേഷൻ, ലോ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം, പ്ലവന തത്വം എന്നാണ് വിളിക്കുന്നത്. ഒന്നെങ്കിൽ എനിക്ക് എന്തെന്ന് വിളിക്കാം? ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്നോ അല്ലെങ്കിൽ പ്ലവന തത്വം എന്നോ എനിക്ക് വിളിക്കാം. മലയാളത്തിൽ എന്ത് വിളിക്കും? പ്ലവന തത്വം. ഇംഗ്ലീഷിൽ ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ആർക്കിമിഡീസ് തത്വം എങ്ങനെയാണ് പറഞ്ഞേ? ഒരു വസ്തു പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ദ്രവത്തിനുള്ളിലേക്ക് ഇറങ്ങിയാൽ ആ വസ്തുവിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ആ വസ്തു അവിടെ നിന്നും ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കുമെന്നാണ് ആർക്കിമിഡീസ് പറഞ്ഞത്. സോ അത് എന്തായിരുന്നു? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞു. ഇനി ഫ്ലോട്ടേഷൻ, ലോ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വസ്തു ഒരു ദ്രവത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് ബോഡി മുകളിൽ എന്ത് ചെയ്യുന്നു? കിടക്കുന്നു. അല്ലെങ്കിൽ ഒരു വസ്തു ഒരു ജലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൻ്റെ മുകളിൽ തന്നെ കിടക്കണമെങ്കിൽ അതിനകത്തേക്ക് ഇറങ്ങാതെ ആ ഫ്ലൂയിഡിൻ്റെ സർഫസിൽ മാത്രം ഇതുപോലെ, ഉദാഹരണം ഞാനൊരു ബീക്കർ എടുത്ത് അതിൽ കുറച്ച് വാട്ടർ എടുത്തു അല്ലെങ്കിൽ ജലം എടുത്തു, അതിനുശേഷം അതിലേക്ക് ഒരു തടിക്കട്ട ഞാൻ ഇട്ട് കൊടുത്തു. ആ തടിക്കട്ട എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നു? ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൻ്റെ
ടോപ്പിൽ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ ഏറ്റവും സർഫസിൽ ഫ്ലോട്ട് ചെയ്ത് പൊങ്ങിക്കിടക്കുന്നു. ഒരിക്കലും അടിയിലേക്ക് അത് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അങ്ങനെ ഒരു ദ്രവത്തിൽ ഒരു വസ്തു ഫ്ലോട്ട് ചെയ്ത് കിടക്കണമെങ്കിൽ ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആ വസ്തു ആദേശം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെയിറ്റിന് തുല്യമായിരിക്കണം എന്നാണ് ഏത് തത്വം പറയുന്നത്? പ്ലവന തത്വം അല്ലെങ്കിൽ ലാ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാനൊരു എക്സ്പെരിമെൻറ്റ് പറയാം. ആ എക്സ്പെരിമെൻറ്റ് ആലോചിച്ചുകൊണ്ട് നമുക്ക് പറയാം. അതായത് ലാ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു ബീക്കർ എടുത്തു. ആ ബീക്കർ അല്ലെങ്കിൽ ഞാൻ എടുത്തത് ഒരു കവിഞ്ഞൊഴുകുന്ന ജാർ, ഒരു ഓവർഫ്ലോയിങ് ജാറാണ് എടുത്തത്. അതിൽ ഈ ലെവലിൽ വരെ ഞാൻ വെള്ളത്തിനെ ഞാൻ നിറച്ച് വെച്ചിരിക്കുകയാണ്, വാട്ടർ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിനെ ഞാൻ എന്ത് ചെയ്തു, ഫില്ല് ചെയ്ത് വെച്ചു. ഇതിലേക്കാണ് ഞാനൊരു വുഡൻ പീസ് അല്ലെങ്കിൽ ഒരു തടിക്കട്ട എന്ത് ചെയ്യുകയാണ്, ഈ ഓവർഫ്ലോയിങ് ജാറിലേക്ക് ഞാനൊരു തടിക്കട്ട ഇമ്മേഴ്സ് ചെയ്യുന്നു. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ വുഡൻ പീസ് എന്ന് പറയുന്നത് എവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു? ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് പാർട്ടിൽ മാത്രം. കാര്യം അടിയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല, ആ ഫ്ലൂയിഡിനകത്തേക്ക് ഇറങ്ങുന്നില്ല. പകരം അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ലിക്വിഡിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലൂയിഡിൻ്റെ ആ ഒരു പ്രതലത്തിൽ എന്ത് ചെയ്യുന്നു, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ വസ്തു ഇവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ പ്ലവന തത്വം അനുസരിച്ച് എന്താണ് കണ്ടീഷൻ? ഈ വസ്തു ഇതിലേക്ക്, ഈ ഫ്ലൂയിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ബോഡി ഈ പറഞ്ഞ ഫ്ലൂയിഡിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ നിന്നും അല്പം ജലം എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഓവർഫ്ലോയിങ് ജാറിൽ നിന്നും പുറത്തേക്ക് പോകും. അതിനെ നമ്മൾ എന്തുപയോഗിച്ച് കളക്ട് ചെയ്യുന്നു? വേറൊരു ബീക്കർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. കുറച്ച് ബീക്കർ ഇതിലേക്ക് ഈ വെള്ളം ഇവിടെ ഇരുന്ന ഫ്ലൂയിഡ് കുറച്ച് എവിടെ വന്ന് വീഴും, ഈ പറഞ്ഞ രണ്ടാമത്തെ ബീക്കറിലേക്ക് വന്ന് വീഴുന്നു. അതിനുശേഷം ഇതിൻ്റെ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ ഈ വുഡൻ പീസിൻ്റെ വെയിറ്റും കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവനതത്വം അനുസരിച്ച് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഒരു വസ്തു ഒരു ദ്രവത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആ വസ്തു ഇവിടെ നിന്നും ആദേശം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഈ ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നാണ് ഏത് ലോ പറയുന്നത്? ലാ ഓഫ് ഫ്ലോട്ടേഷൻ. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ വെയിറ്റ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡി, ഇവിടെ ഈ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ദ വെയിറ്റ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ ഈ വസ്തു തന്നെ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് തന്നെ ഇവിടെ ഡിസ്പ്ലേസ് ചെയ്ത് കളയുന്ന ആ ദ്രവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ വെയിറ്റിന് എന്തായിരിക്കും, തുല്യമായിരിക്കും എന്നാണ് ഏത് ലോ പറയുന്നത്? ലോ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ, എന്താണ് പ്ലവന തത്വം അല്ലെങ്കിൽ ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പ്ലവന തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വസ്തുവിന് ഒരു ദ്രവത്തിന് മുകളിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണം, പൊങ്ങി നിൽക്കണം അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആ വസ്തു അവിടെ നിന്നും ആദേശം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന അതേ ഫ്ലൂയിഡിൻ്റെ തന്നെ വെയിറ്റിന് എന്തായിരിക്കും, തുല്യമായിരിക്കും. ഏത്? ആ വസ്തുവിൻ്റെ ഭാരം. അപ്പോൾ ദ വെയിറ്റ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡി, അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന ഈ വുഡൻ പീസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ വുഡൻ പീസ് തന്നെ ഇവിടെ നിന്നും ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ഫ്ലൂയിഡ് ഉണ്ട്, അതിനെ നമ്മൾ ഈ ബീക്കറിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലൂയിഡിൻ്റെ വെയിറ്റിന് ആര് തുല്യമായിരിക്കണം? ഈ ബോഡിയുടെ വെയിറ്റ് തുല്യമായിരിക്കണം എന്നാണ് ഏത് പ്രിൻസിപ്പിൾ പറയുന്നത്? ലോ ഓഫ് ഫ്ലോട്ടേഷൻ. അപ്പോൾ പ്ലവന തത്വം പറയുന്നത് ഒന്നും കൂടെ സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കുക. എന്താ പ്ലവന തത്വം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തു എന്ത് ചെയ്യുന്നു, ഒരു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് എന്തായിരിക്കും, തുല്യമായിരിക്കും എന്ന് പറഞ്ഞ ലോയാണ് അല്ലെങ്കിൽ തത്വമാണ് പ്ലവന തത്വം. എന്ത് തത്വം? പ്ലവന തത്വം. ഇപ്പോൾ ഉദാഹരണം, ഒരു കപ്പൽ എന്ത് ചെയ്യുന്നു, വെള്ളത്തിന് മുകളിലാണ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്, വെള്ളത്തിൻ്റെ സർഫസിലാണ് സഞ്ചരിച്ചുകൊണ്ടേ പോകുന്നത്. കപ്പൽ സഞ്ചരിച്ചുകൊണ്ടേ പോകുന്ന കാര്യം അത്രത്തോളം വെയിറ്റുള്ള ഒരു അല്ലെങ്കിൽ ഭാരമുള്ള ഇഷ്ടംപോലെ ഭാഗങ്ങളുള്ള പാർട്സുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഷിപ്പിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കപ്പലിൻ്റെ കൺസ്ട്രക്ഷൻ. എന്നിട്ടും അത് വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഫ്ലോട്ട് ചെയ്തുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അത് അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കപ്പലിൻ്റെ എൻ്റെയർ ഭാരം അല്ലെങ്കിൽ എൻ്റെയർ വെയിറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഓഫ് ഫ്ലൂയിഡിന് അത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് ജലത്തിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, ആദേശം ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടിൻ്റെയും വെയിറ്റ്, കപ്പലിൻ്റെ ഭാരത്തിനനുസരിച്ചുള്ള ഒരു എന്താണ് ഫ്ലൂയിഡിൻ്റെ വെയിറ്റിന് അവിടെ ആര് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്, ഈ ഷിപ്പ് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കപ്പൽ എവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്, ജലത്തിൻ്റെ ഉപരിതലത്തിൽ തന്നെ സഞ്ചരിക്കുന്നത്, ഒരിക്കലും താഴ്ന്നു പോകില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഏത് തത്വം അനുസരിച്ചാണ്? പ്ലവന തത്വം അനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ കപ്പൽ സഞ്ചരിക്കും തോറും കപ്പലിൻ്റെ ഭാരത്തിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഷിപ്പിൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള ഒരു വെയിറ്റ് ഓഫ്
ഫ്ലൂയിഡിന് അത് അവിടെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ആദേശം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് കപ്പൽ ഒരിക്കലും എന്ത് ചെയ്തു പോകാത്ത, താന്നു പോകാത്ത. ഇനി ഉദാഹരണം, ഞാനൊരു ഇരുമ്പ് കട്ട എടുക്കുകയാണ്. ഒരു ഇരുമ്പ് കട്ട എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ടാൽ തീർച്ചയായിട്ടും ആ വെള്ളത്തിന് അടിയിലേക്ക് ആര് പോകും? ഈ പറഞ്ഞ ഇരുമ്പ് കട്ട പോകും. ഒരിക്കലും അത് മുകളിൽ എന്ത് ചെയ്യാറില്ല? ഫ്ലോട്ട് ചെയ്ത് നിൽക്കാറേ ഇല്ല. എന്തുകൊണ്ടാണ്? ആ ഇരുമ്പ് കട്ടയ്ക്ക് എന്തിനുള്ള കഴിവില്ല? അതിൻ്റെ ഭാരത്തിനനുസരിച്ചുള്ള ആ ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ അവിടുത്തെ വാട്ടറിനെ എന്ത് ചെയ്യാനുള്ള, ആദേശം ചെയ്യുവാനുള്ള കഴിവ് ആ ഇരുമ്പ് ബ്ലോക്കിന് അല്ലെങ്കിൽ അയൺ ബ്ലോക്കിന് അവിടെ ഇല്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? താന്നു പോകുന്നു. അപ്പം ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒരു ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ഒരു ദ്രവത്തിന് മുകളിൽ പൊങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ പൊങ്ങി കിടക്കുന്നു എങ്കിൽ ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആ വസ്തു അവിടെ നിന്നും ആദേശം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഭാരത്തിന് എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് ഏത് തത്വം പറയുന്നത്? പ്ലവന തത്വം അല്ലെങ്കിൽ ലോ ഓഫ് ഫ്ലോട്ടേഷൻ. അപ്പോൾ കപ്പൽ എന്തുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ മുകളിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, കപ്പൽ അല്ലെങ്കിൽ ഷിപ്പിൻ്റെ കൺസ്ട്രക്ഷൻ അറിയാം, അത്രത്തോളം വലിയൊരു കൺസ്ട്രക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഷിപ്പിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. ആ ഷിപ്പിന് അതിൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഓഫ് ഫ്ലൂയിഡിന് അതെന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഭാരവും ആ കപ്പലിൻ്റെ ഭാരവും അവിടെ എന്താണ്? തുല്യമാണ്. അതുകൊണ്ട് ആ വസ്തു വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു, ഫ്ലോട്ട് ചെയ്തുകൊണ്ടേ പൊക്കോണ്ടേയിരിക്കുന്നു. സോ അതാണ് എന്തിനുള്ള റീസൺ? കപ്പൽ എപ്പോഴും ജലത്തിൻ്റെ ഉപരിതലത്തിൽ നിൽക്കുന്നതിനുള്ള റീസൺ. അതിന് എതിരായിട്ടൊരു പറഞ്ഞതാണ് ഒരു അയൺ ബ്ലോക്ക്. ഞാൻ പറഞ്ഞു ഈ ഫ്ലൂയിഡിനകത്തേക്ക് എടുത്തിട്ടാൽ അത് താന്നു പോകുന്നു. എന്തുകൊണ്ടാണ്? അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിന് എന്തിനുള്ള കഴിവില്ല? അതിൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഓഫ് ഫ്ലൂയിഡിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ ആദേശം ചെയ്യുവാനുള്ള എബിലിറ്റി ആർക്കില്ല? അയൺ ബ്ലോക്കിനില്ല. സോ അതുകൊണ്ട് അത് വെള്ളത്തിന് അടിയിലേക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡിനടിയിലേക്ക് താന്നു പോകുന്നു. അപ്പോൾ ഫ്ലോട്ടേഷൻ, ലോ ഓഫ് ഫ്ലോട്ടേഷനും ആർക്കിമിഡീസ് പ്രിൻസിപ്പിളുമാണ് ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ലോസ് ആണ് അല്ലെങ്കിൽ രണ്ട് പ്രിൻസിപ്പിളുകളാണ്, രണ്ട് തത്വമാണ്. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും ഉണ്ട്, ലോ ഓഫ് ഫ്ലോട്ടേഷൻ ഉണ്ട്. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞത്? ഒരു വസ്തു പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ഫ്ലൂയിഡിനുള്ളിലേക്ക് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്ലൂയിഡിനുള്ളിലേക്ക് ഇറങ്ങി നിന്നാൽ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ആ വസ്തു അവിടെ നിന്നും ആദേശം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെയിറ്റിന് എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് പറഞ്ഞ തത്വമായിരുന്നു ആർക്കിമിഡീസ് തത്വം. ഇനി ഇപ്പോൾ പറഞ്ഞ തത്വം ഏതാണ്? പ്ലവന തത്വമാണ് അല്ലെങ്കിൽ ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വസ്തു ഒരു ദ്രവത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആ വസ്തു അവിടെ നിന്നും ആദേശം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെയിറ്റിന് എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലായിട്ടാണ് നമ്മൾ ഷിപ്പിൻ്റെ കാര്യവും അയൺ ബ്ലോക്കിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ രണ്ട് തത്വവും കഴിഞ്ഞു. ആർക്കിമിഡീസ് തത്വവും ലോ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വവും കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചെറിയൊരു എക്സ്പെരിമെൻറ്റിൽ കൂടെ പറയാം. അതായത് എൻ്റെ കയ്യിൽ ഒരു ചെറിയ ബീക്കർ ഉണ്ട്. ആ ബീക്കറിലേക്ക് ഞാൻ കുറച്ച് എന്തിനെ വീഴ്ത്തി? വാട്ടർ, H2O വാട്ടറിനെ ഞാൻ എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. അതിനുശേഷം ഇതിലേക്ക് തന്നെ ഞാൻ എന്തിനെ ആഡ് ചെയ്ത് കൊടുത്തു? കുറച്ച് കെറോസിൻ അല്ലെങ്കിൽ മണ്ണെണ്ണ ഞാൻ എന്ത് ചെയ്തു? വീഴ്ത്തി കൊടുത്തു. അപ്പോൾ ഇതിൽ ജലമുണ്ട്, അതിന് ടോപ്പിലേക്ക് എന്തിനെ വീഴ്ത്തി കൊടുത്തു? കെറോസിന് ഞാൻ വീഴ്ത്തി കൊടുത്തു. എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം എന്ന് പറയുന്നത്? നിരീക്ഷണം എത്ര മാത്രമേ ഉള്ളൂ? വെള്ളത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് പാർട്ട് ഈ ഭാഗം മുഴുവൻ എന്ത് ഫില്ല് ചെയ്ത് നിൽക്കുന്നു? കെറോസിൻ നിൽക്കും. താഴ്ഭാഗം എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും അല്ലെങ്കിൽ ജലമായിരിക്കും. എന്തുകൊണ്ടാണ് വെള്ളത്തിന് അടിയിലേക്ക് കെറോസിൻ വരാത്തത് അല്ലെങ്കിൽ മണ്ണെണ്ണ വരാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ബിക്കോസ് എന്തുകൊണ്ടാണ്? വെള്ളത്തിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കെറോസിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്മോളറാണ്, കുറവാണ്. അതുകൊണ്ട് ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ മുകളിൽ മാത്രം ആര് നിൽക്കുന്നത്? കെറോസിൻ നിൽക്കുന്നത് അല്ലെങ്കിൽ മണ്ണെണ്ണ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? കെറോസിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ മണ്ണെണ്ണയുടെ സാന്ദ്രത എന്ന് പറയുന്നത് ജലത്തിൻ്റെ സാന്ദ്രതയെക്കാളും കുറവാണ്. അങ്ങനെ കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ ബീക്കറിലേക്ക് മണ്ണെണ്ണയും ജലവും ഒരുമിച്ചെടുത്തപ്പോൾ ജലം താഴ്ഭാഗത്തും മണ്ണെണ്ണ എവിടെയും നിൽക്കുന്നത്? മുകൾ ഭാഗത്തും നിൽക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കെറോസിൻ അല്ലെങ്കിൽ മണ്ണെണ്ണയുടെ സാന്ദ്രത എന്ന് പറയുന്നത് ജലത്തിൻ്റെ സാന്ദ്രതയെക്കാളും എന്താണ്? കുറവാണ്. സോ ഇനി അത് വെച്ച് നമുക്കൊരു കാര്യം അറിയേണ്ടതുണ്ട്. ഒരു ചെറിയ ടേം, ആ ടേമിനെ വിളിക്കുന്ന പേര് റിലേറ്റീവ് ഡെൻസിറ്റി എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ മലയാളത്തിൽ ആപേക്ഷിക സാന്ദ്രത എന്ന് വിളിക്കും. ആപേക്ഷിക സാന്ദ്രത, ഒന്നെങ്കിൽ
റിലേറ്റീവ് ഡെൻസിറ്റി എന്നോ അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രതയെന്നോ എനിക്ക് പറയാം. അപ്പോൾ എപ്പോഴും അറിയേണ്ടത് ഈ വാക്ക് എന്താണെന്ന് ആദ്യം വരിക. ഈ ഒരു വേർഡ് എന്തിനെ കാണിക്കുന്നു? റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആപേക്ഷികം എന്ന് പറഞ്ഞാൽ ഒന്നുമായിട്ട് മറ്റൊന്നിനെ ഞാൻ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നു. അതിനെയാണ് എന്തുകൊണ്ട് കാണിക്കുന്നത്? റിലേറ്റീവ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ വാക്കിൽ തന്നെ ഉണ്ട്, ഇവിടെയുള്ള ഡെൻസിറ്റിയെ ഞാൻ വേറെ ഏതോ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നു. അത് തന്നെയാണ് ഈ വാക്കിൻ്റെ അർത്ഥവും. റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുമ്പോൾ ആപേക്ഷികം അല്ലെങ്കിൽ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമായിട്ട് മറ്റൊന്നിനെ ഞാൻ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ താരതമ്യം ചെയ്യുക എന്ന മീനിങ് ആണ്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു ദ്രാവകത്തിൻ്റെയും ഡെൻസിറ്റിയെ ജലത്തിൻ്റെ ഡെൻസിറ്റിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? താരതമ്യം ചെയ്യുന്നു. ഏതൊരു ദ്രാവകത്തിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ ആ കിട്ടുന്ന നമ്പർ എത്രയാണ്? ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുന്നു, കെറോസിൻ അല്ലെങ്കിൽ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത് 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ആരുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ ആരുടെ സാന്ദ്രത? മണ്ണെണ്ണയുടെ സാന്ദ്രത. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സാന്ദ്രത എന്താണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അതാ കണ്ടല്ലോ, ഈ എടുത്തിരിക്കുന്ന രണ്ട് നമ്പേഴ്സിലും എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു? ഡെൻസിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ടാൾക്കാരുടെയും. അപ്പോൾ നേരത്തെ നമ്മൾ ഈ കണ്ട എക്സ്പെരിമെൻറ്റിൽ വെള്ളം താഴെയും അതുപോലെ തന്നെ ആര് മുകളിലും? മണ്ണെണ്ണ മുകളിലായിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? മണ്ണെണ്ണയുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ കെറോസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റിയെക്കാളും എന്താണ്? കുറവാണ്. അപ്പോൾ നമ്മളിവിടെ ഈ മണ്ണെണ്ണയുടെ ഡെൻസിറ്റിയെ വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് താരതമ്യം ചെയ്താൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാകും ജലത്തിനേക്കാൾ എത്ര മടങ്ങ് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ എന്ന് അറിയാൻ കഴിയും. ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു വാല്യൂ കാണുമ്പോഴേ നമുക്കറിയാം. കാര്യം കെറോസിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത ഇവിടെ കുറവ് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് ഇവിടെ റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെയാണ്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോഴേ ഏതൊരു ദ്രാവകത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയെയും നമ്മൾ ഏതിൻ്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു? വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സോ അങ്ങനെ കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എനിക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കെറോസിൻ്റെയാണ്. അല്ലെങ്കിൽ ഇവിടെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന ആപേക്ഷിക സാന്ദ്രത, മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രതയാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നത്. എനിക്ക് എന്തിൻ്റെയാണ് കണ്ടുപിടിക്കാനുള്ളത്? മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എനിക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഹൗ ടു കാൽക്കുലേറ്റ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? രണ്ടുപേരുടെയും ഡെൻസിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒന്നുമായിട്ട് മറ്റൊന്നിനെ നമ്മൾ കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ മണ്ണെണ്ണയുടേതാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് കെറോസിനിൻ്റെ അല്ലെങ്കിൽ മണ്ണെണ്ണയുടെ സാന്ദ്രത ഡിവൈഡഡ് ബൈ എന്തിൻ്റെ സാന്ദ്രത? ഡെൻസിറ്റി ഓഫ് വാട്ടർ. സോ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയും അല്ലെങ്കിൽ സാന്ദ്രതയും അതുപോലെ തന്നെ വാട്ടറിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു അനുപാതത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവിടുത്തെ റിലേറ്റീവ് ഡെൻസിറ്റി. എന്ന് പറഞ്ഞാൽ എനിക്ക് മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ കെറോസിൻ ആ മണ്ണെണ്ണയുടെ തന്നെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി എത്രയാണ്? 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ സ്റ്റാൻഡ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? ദാറ്റ് ഈസ് 0.821 ആണ്. 0.81. സോ 0.81 ആണ് എന്തിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി? ഈ പറഞ്ഞ മണ്ണെണ്ണയുടെ അല്ലെങ്കിൽ കെറോസിൻ്റെ ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 0.81 ആണ്. എങ്ങനെ കിട്ടി? ഈ മണ്ണെണ്ണയുടെ ഡെൻസിറ്റിയെ എന്തിൻ്റെ ഡെൻസിറ്റി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു? വാട്ടറിൻ്റെ ഡെൻസിറ്റി കൊണ്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതൊരു ലിക്വിഡിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ഒരു ദ്രാവകത്തിൻ്റെയും ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയെ വാട്ടറിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് ഏത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ മണ്ണെണ്ണ ഞാൻ എടുത്തു, മണ്ണെണ്ണയുടെ ഡെൻസിറ്റി 810 ആണ്, വാട്ടറിൻ്റെ 1000 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? മണ്ണെണ്ണയുടെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 810 ഡിവൈഡഡ് ബൈ 1000 ആണ്. ദാറ്റ് ഈസ് 0.81. ഈ 0.81 ആണ് എന്തിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി? മണ്ണെണ്ണയുടെ അല്ലെങ്കിൽ കെറോസിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്രയെന്ന് ചോദിച്ചാൽ 0.81. എങ്ങനെ കിട്ടി? മണ്ണെണ്ണയുടെ തന്നെ സാന്ദ്രത ഡിവൈഡഡ് ബൈ എന്തിൻ്റെ സാന്ദ്രത? വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ
ഏതൊരു ലിക്വിഡിന്റെയും അല്ലെങ്കിൽ ഏതൊരു ഫ്ലൂയിഡിന്റെയും ഡെൻസിറ്റിയെ ഞാൻ ജലത്തിന്റെ അല്ലെങ്കിൽ വാട്ടറിന്റെ എന്തുമായിട്ട് ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സോ അങ്ങനെ കിട്ടുന്ന ആ നമ്പറാണ് അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ്, ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വെള്ളത്തിന്റെ ഡെൻസിറ്റി. അടുത്ത ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സലൈൻ വാട്ടർ എന്ത് വാട്ടറാണ്? സലൈൻ വാട്ടർ അല്ലെങ്കിൽ ഉപ്പുവെള്ളം. സലൈൻ വാട്ടർ അല്ലെങ്കിൽ ഉപ്പുവെള്ളം, ഇതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എനിക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് ഉപ്പുവെള്ളത്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കേണ്ട. ആരുടേതാണ്? ഉപ്പ് വെള്ളം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? റിലേറ്റീവ് ഡെൻസിറ്റി. ആരുടെ റിലേറ്റീവ് ഡെൻസിറ്റി? സലൈൻ വാട്ടർ അല്ലെങ്കിൽ സലൈൻ സൊല്യൂഷന്റെ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഉപ്പുവെള്ളത്തിന്റെ, ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ. സലൈൻ വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1025 ഞാൻ എടുത്തു. എത്ര എടുത്തു? 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്ന് ഞാൻ എടുത്തു. രണ്ടാമത്തത് ഡെൻസിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഡെൻസിറ്റി എത്രയാ? 1000 അല്ലെങ്കിൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് ഞാൻ എടുത്തു. അപ്പോൾ സലൈൻ വാട്ടറിന്റെ ഡെൻസിറ്റിയും നമ്മളെ കയ്യിലുണ്ട്, ജലത്തിന്റെ ഡെൻസിറ്റിയും ഉണ്ട്. ഇനി കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? സലൈൻ വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാ? 1025 ഡിവൈഡഡ് ബൈ എത്ര വരും? വാട്ടറിന്റെ ഡെൻസിറ്റി 1000. എത്ര വരും? 1000. ഇവിടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അതുപോലെ തന്നെ ഇവിടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതുപോലെ തന്നെ ഇവിടെയും എങ്ങനെ തന്നെയാണ്, സലൈൻ സൊല്യൂഷന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആ സലൈൻ സൊല്യൂഷന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ എന്താണ്? വാട്ടറിന്റെ ഡെൻസിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഏതൊരു ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ഏതൊരു ലിക്വിഡിന്റെ ഡെൻസിറ്റിയെയും എന്തിന്റെ ഡെൻസിറ്റിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു? വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ. അപ്പൊ നമുക്ക് എത്ര വരും? ഇവിടെയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഉണ്ട്, യൂണിറ്റ് ഉണ്ട്. ശരി, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കിട്ടുന്നു 1.ഡിവൈഡ് ചെയ്യുമ്പോൾ 1.025 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 1.025 ആണ് ഈ പറഞ്ഞ ഉപ്പുവെള്ളത്തിന്റെ അല്ലെങ്കിൽ സലൈൻ സൊല്യൂഷന്റെ എന്തെന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് എത്രയാണ്? 1.025. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഒരിക്കലും റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? നോ യൂണിറ്റ് എന്നാണ്. യൂണിറ്റ് ഇല്ല, യൂണിറ്റ് ലെസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഏത്? റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? കാര്യം ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും കട്ട് ചെയ്ത് പോകും, പിന്നെ അവിടെ എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് ഒരിക്കലും എന്തിട്ട് കൊടുക്കരുത്? യൂണിറ്റ് ഇട്ട് കൊടുക്കരുത്. ബിക്കോസ് ദേ ഹാവ് നോ യൂണിറ്റ്. അതിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പോൾ യൂണിറ്റ് ലെസ് ആണ് ആര്? ഈ പറഞ്ഞ റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്നാൽ സിമ്പിളായിട്ട് എങ്ങനെ പറയാം? ഏതൊരു ഫ്ലൂയിഡിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ദ്രവത്തിൻ്റെയും ഡെൻസിറ്റിയെ ഞാൻ ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് അല്ലെങ്കിൽ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന നമ്പർ, ആ നമ്പറാണ് എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത. അപ്പോൾ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഏതൊരു ദ്രവത്തിൻ്റെയും സാന്ദ്രതയെ ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന നമ്പറാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു ദ്രവത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഇപ്പോൾ ഇവിടെ ഉപ്പുവെള്ളം എടുത്തു, സലൈൻ സൊല്യൂഷൻ എടുത്തു, അതിൻ്റെ ആപേക്ഷിക സാന്ദ്രത എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? ആ സലൈൻ സൊല്യൂഷൻ്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ എന്തിൻ്റെ ഡെൻസിറ്റി? വാട്ടറിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ എന്തിൻ്റെ സാന്ദ്രത? ജലത്തിൻ്റെ സാന്ദ്രത. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. കാര്യം ഇവിടെ നമ്മൾ ഡെൻസിറ്റി ബൈ ഡെൻസിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഡെൻസിറ്റി ബൈ ഡെൻസിറ്റി വരുമ്പോൾ അതിൻ്റെ 2 യൂണിറ്റും കട്ട് ചെയ്ത് പോയി, പിന്നെ അവിടെ എന്തില്ല? യൂണിറ്റ് ഇല്ല. സോ ഇറ്റ് ഈസ് എ യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല? യൂണിറ്റ് ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളെന്ന് പറഞ്ഞു. ഒന്ന് ലാ ഓഫ് ഫ്ലോട്ടേഷനും പറഞ്ഞു, രണ്ടാമത്തെ എന്താ പറഞ്ഞേ? റിലേറ്റീവ് ഡെൻസിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? ലാ ഓഫ് ഫ്ലോട്ടേഷൻ എന്താ പറഞ്ഞേ? ഒരു വസ്തു ഒരു ദ്രവത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ ആ വസ്തുവിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം എന്ന് പറയുന്നത് ആ വസ്തു ആദേശം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന
ഫ്ലൂയിഡിൻ്റെ വെയിറ്റിന് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് ഏത് ലോ പറഞ്ഞത്, ലോ ഓഫ് ഫ്ലോട്ടേഷൻ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ പറഞ്ഞ്, റിലേറ്റീവ് ഡെൻസിറ്റി. ഒരു വസ്തുവിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഡെൻസിറ്റിയെ ഞാൻ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു, വാട്ടറിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. സോ അങ്ങനെ കിട്ടുന്ന ഡെൻസിറ്റിയെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത. എന്ത് സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ കെറോസിൻ്റെയും അതേപോലെ തന്നെ സലൈൻ സൊല്യൂഷൻ ഉപ്പുവെള്ളത്തിൻ്റെയൊക്കെ എന്ത് കണ്ടുപിടിച്ചു, റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിച്ചു. എങ്ങനെയാണ്, ഇപ്പോൾ ഉപ്പുവെള്ളത്തിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ഉപ്പുവെള്ളത്തിൻ്റെ ഡെൻസിറ്റി എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ എന്താണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ ഡെൻസിറ്റി. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരിക്കലും റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല, യൂണിറ്റ് ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ ആപേക്ഷികം എന്ന വാക്കിൽ തന്നെ ഉണ്ട്, നമ്മൾ പറഞ്ഞു ഒന്നുമായിട്ട് മറ്റൊന്നിനെ താരതമ്യം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഫ്ലൂയിഡിൻ്റെ സാന്ദ്രതയെ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, താരതമ്യം ചെയ്യുന്നു. സോ അങ്ങനെ കിട്ടുന്ന സാന്ദ്രതയെ വിളിക്കുന്ന പേരാണ് ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന റിലേറ്റീവ് ഡെൻസിറ്റി. ഓർത്ത് വെച്ചോളാം, ഈ ഇക്വേഷൻ നോട്ട് ചെയ്തോളാം. റിലേറ്റീവ് ഡെൻസിറ്റി ഒരു സലൈൻ സൊല്യൂഷൻ്റെതോ കെറോസിൻ്റെ ഏതൊരു ഫ്ലൂയിഡിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ എടുക്കുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ ഡെൻസിറ്റി, അത് തമ്മിലുള്ള അനുപാതത്തിനെ വിളിക്കുന്ന പേര് തന്നെയാണ് എന്ത്, ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ചെറിയ കാര്യം, നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഈ ഒരു ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ദാറ്റ് ഇൻസ്ട്രുമെൻ്റ് ഈസ് നോൺ ആസ് എന്ത് ഇൻസ്ട്രുമെൻ്റ്, ഹൈഡ്രോമീറ്റർ. എന്ത് മീറ്റർ എന്ന് വിളിക്കുന്നു, ഹൈഡ്രോമീറ്റർ. സോ ഹൈഡ്രോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് റിലേറ്റീവ് ഡെൻസിറ്റി. ഒരു ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിൻ്റെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിനെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത് മീറ്റർ, ഹൈഡ്രോമീറ്റർ. സോ ഹൈഡ്രോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ്. ഒരു ദ്രവത്തിന്റെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ അളക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ അല്ലെങ്കിൽ ഉപകരണത്തിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോമീറ്റർ. ഈ ഹൈഡ്രോമീറ്ററിന്റെ കൂടെ തന്നെ അറിയേണ്ട വേറൊരു ഡിവൈസും കൂടെ ഉണ്ട്, ലാക്ടോമീറ്റർ. എന്ത് മീറ്റർ, ലാക്ടോമീറ്റർ. കണ്ടിട്ട് കാണാം, ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അത് റിലേറ്റീവ് ഡെൻസിറ്റി അളക്കുന്നതിന് വേണ്ടിയൊന്നുമല്ല. ഇത് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് ദ പ്യൂരിറ്റി ഓഫ് മിൽക്ക്. പാലിൻ്റെ പരിശുദ്ധി എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ലാക്ടോമീറ്റർ. ശ്രദ്ധിച്ച് കാണും, പാൽ സൊസൈറ്റിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പാലിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം അറിയുന്നതിന് വേണ്ടി എന്തിനെ ഇട്ട് കൊടുക്കാറുണ്ട്, ലാക്ടോമീറ്റർ ഇട്ട് കൊടുക്കാറുണ്ട്. ആ ലാക്ടോമീറ്ററിൽ വരുന്ന റീഡിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ആ പാലിന് എത്രത്തോളം ക്വാളിറ്റി അല്ലെങ്കിൽ എത്രത്തോളം പ്യൂരിറ്റി, പരിശുദ്ധി ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഹൈഡ്രോമീറ്റർ. ഇനി പ്യൂരിറ്റി ഓഫ് മിൽക്ക് അല്ലെങ്കിൽ പാലിൻ്റെ പരിശുദ്ധി അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ വിളിക്കുന്ന പേര് ലാക്ടോമീറ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ബോത്ത് രണ്ടും ഹൈഡ്രോമീറ്റർ ആയാലും ലാക്ടോമീറ്റർ ആയാലും രണ്ടും വർക്ക് ചെയ്യുന്നത് ഏത് ലായുടെ ബേസിലാണ്, ലോ ഓഫ് ഫ്ലോട്ടേഷൻ്റെ ബേസിലാണ്. അപ്പോൾ രണ്ടിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്, ലോ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വമാണ്. പ്ലവന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരൊക്കെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നത്, ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും. അപ്പോൾ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ്. ഒരു ദ്രവത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിനെ വിളിക്കുന്ന പേര് ഹൈഡ്രോമീറ്റർ എന്നും, പാലിൻ്റെ പരിശുദ്ധി അളക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ ലാക്ടോമീറ്റർ എന്നും വിളിക്കുന്നു. അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേ, രണ്ടുപേരും ഹൈഡ്രോമീറ്റർ ആയാലും ലാക്ടോമീറ്റർ ആയാലും രണ്ടിൻ്റെയും പ്രവർത്തന തത്വം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ലോ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പ്ലവന തത്വം അല്ലെങ്കിൽ ലോ ഓഫ് ഫ്ലോട്ടേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് രണ്ടും, ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഒരു ചെറിയ കാര്യം, ഇപ്പോൾ ലാക്ടോമീറ്റർ ആയാലും ഈ പറഞ്ഞ പോലെ തന്നെ ലാക്ടോമീറ്ററും ഉണ്ട് ഹൈഡ്രോമീറ്ററും ഉണ്ട്, ലാക്ടോമീറ്ററും ഉണ്ട് ഹൈഡ്രോമീറ്റർ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് മിൽക്ക് എടുത്തു, എന്തെടുത്തു, മിൽക്ക് അല്ലെങ്കിൽ പാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ എന്തിട്ട് കൊടുക്കുന്നു, ലാക്ടോമീറ്ററിനെ ഇട്ട് കൊടുത്തു. എന്ത് മീറ്ററിനെ ഇട്ട് കൊടുത്തു, ലാക്ടോമീറ്ററിനെ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, ഇട്ട് കൊടുത്തു.
മിൽക്കിന് പ്യൂരിറ്റി. കാര്യം ഇതിൻ്റെ ഹൈഡ്രോമീറ്ററിൻ്റെയും ലാക്ടോമീറ്ററിൻ്റെയും ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ബാക്കി ചില ഡിവൈസുകളിൽ ഇപ്പോൾ ഹൈഡ്രോമീറ്റർ എന്ന് പറയുമ്പോൾ ഹൈഡ്രോമീറ്ററിൽ ഇതേപോലെ തന്നെ എന്തുണ്ട്, ഒരുപാട് റീഡിങ്ങുകളുണ്ട്. എന്ന് പറഞ്ഞാൽ 0 സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ടോപ്പിൽ നിന്നാണ്, മുകളിൽ നിന്നാണ് 0 തുടങ്ങി. ഹൈഡ്രോമീറ്റർ ആയാലും ലാക്ടോമീറ്ററിലും 0 സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ടോപ്പിൽ നിന്നാണ്. 0 1 2 3 താഴോട്ട് പോകും. എന്നാൽ ചില ഉപകരണങ്ങളിൽ 0 എവിടെ നിന്നാണ്? താഴെ നിന്നായിരിക്കും തുടങ്ങുന്നത്, 0 1 2 3. എന്നാൽ ലാക്ടോമീറ്ററിലും ഹൈഡ്രോമീറ്ററിലും 0 സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്കാണ് വരുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? അത് അറിഞ്ഞിരിക്കുക. അത് ഏതിൻ്റെ പ്രത്യേകതയാണ്? ലാക്ടോമീറ്ററിൻ്റെയും ഹൈഡ്രോമീറ്ററിൻ്റെയും പ്രത്യേകതയാണ്. അതിൻ്റെ ടോപ്പിലായിരിക്കും 0 ഗ്രാജുവേഷൻ വരുന്നത്. അവിടെ നിന്നും താഴേക്കായിരിക്കും റീഡിങ് 1 2 3 എന്ന് പറഞ്ഞ് താഴേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. ശരി, ഞാനിവിടെ ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് മിൽക്ക് എടുത്തു. ആ മിൽക്ക് എടുത്തതിന് ശേഷം അതിൽ ലാക്ടോമീറ്റർ ഇട്ടപ്പോൾ അതിലൊരു പർട്ടിക്കുലർ റീഡിങ് കാണിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ലാക്ടോമീറ്റർ എന്ത് ചെയ്ത് നിൽക്കും? പൊങ്ങി നിൽക്കും. ലാക്ടോമീറ്റർ മിൽക്കിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ, മിൽക്കിന് പ്യൂരിറ്റി അല്ലെങ്കിൽ പരിശുദ്ധി ഉണ്ടെങ്കിൽ ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് എങ്ങനെ നിൽക്കും? മുകളിലേക്ക് പൊങ്ങി നിൽക്കും. എന്നാൽ ഇതേ ടെസ്റ്റ് ട്യൂബിൽ തന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്തു. ഞാൻ മിൽക്കിനെയും വാട്ടറിനെയും, പാലും വെള്ളവും കൂടെ എന്ത് ചെയ്തു? ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് മിക്സ് ചെയ്തിരിക്കുന്നു. അതിലേക്ക് ഞാൻ എൻ്റെ ലാക്ടോമീറ്ററിനെ ഇട്ട് കൊടുത്താൽ അതിലും റീഡിങ് കാണിക്കും. പക്ഷേ റീഡിങ് എങ്ങനെയായിരിക്കും? ഇതിനെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും എന്തെന്ന് പറയുന്നത്, റീഡിങ് എന്ന് പറയുന്നത്. കാര്യം ഇവിടെ എന്ത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ? മിൽക്ക്, പാല് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? റീഡിങ്, നല്ല റീഡിങ് കാണിച്ചു. വെച്ചാൽ ഗുഡ്, നല്ല പ്യൂരിറ്റി ഓഫ് മിൽക്കാണ് നമ്മൾ എവിടെ യൂസ് ചെയ്തത്? എ എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ ഉപയോഗിച്ചത്. ഇനി ബി എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ എടുത്തത് എന്തൊക്കെയായിരുന്നു? മിൽക്കും എടുത്തു, പ്ലസ് വാട്ടറും കൂടെ നമ്മൾ എടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ ലാക്ടോമീറ്റർ എടുത്തപ്പോൾ ആദ്യത്തെ എ എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ കാണിച്ച പ്യൂരിറ്റി എവിടെ ഇല്ലെന്ന് മനസ്സിലായി? ബിയിലില്ലെന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ലാക്ടോമീറ്റർ ബി എന്ന കണ്ടീഷനിൽ താന്നു പോകുന്നു. എയിൽ എങ്ങനെ നിന്നു? പൊങ്ങിയാണ് നിന്നത്. കാര്യം നല്ല റീഡിങ് കാണിച്ചു. റീഡിങ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പൊങ്ങി നിൽക്കുമ്പോഴാണ് റീഡിങ് കൂടുതലായി. കാര്യം ടോപ്പിൽ നിന്നാണ് എന്ത് വരുന്നത്? താഴേക്ക് ഗ്രാജുവേഷൻ വരുന്നത്. 1 2 3 ഏറ്റവും ടോപ്പിൽ നിന്നും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനിൽ ലാക്ടോമീറ്റർ എന്ത് ചെയ്ത് നിന്നു? പൊങ്ങി നിന്നു, നല്ല റീഡിങ് കാണിച്ചു. രണ്ടാമത്തെ കണ്ടീഷനിൽ മിൽക്ക് മാത്രമല്ല, എന്തും കൂടെ ഉണ്ടായിരുന്നു, H2O, വെള്ളവും കൂടെ നമ്മൾ കലർത്തി. അങ്ങനെ വന്നപ്പോൾ ഇത് താന്നു പോയി. എന്തായിരിക്കും കുഴപ്പം? അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഒബ്സർവേഷൻ? ഒരു സ്ഥലത്ത് ലാക്ടോമീറ്റർ എന്ത് ചെയ്ത് നിൽക്കുന്നു? പൊങ്ങി നിൽക്കുന്നു. രണ്ടാമത്തെ കണ്ടീഷനിൽ പാലും വെള്ളവും കൂടെ ചേർത്ത സമയത്ത് ലാക്ടോമീറ്റർ താന്നു പോകുന്നു. അതിനുള്ള റീസൺ എന്തായിരിക്കും? അതിനുള്ള റീസൺ മറ്റൊന്നുമല്ല, മിൽക്കിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് H2O അല്ലെങ്കിൽ വാട്ടറിനേക്കാളും എന്താണ്? കൂടുതലാണ്. ദ ഡെൻസിറ്റി ഓഫ് മിൽക്കിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിനേക്കാളും കൂടുതലാണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റിയേക്കാളും ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ആർക്കാണ്? മിൽക്കിനാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെൻസിറ്റി എന്ന് പറയുന്നത് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിന് ഡയറക്ട്ലി പ്രപ്പോർഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ എന്ത് കൂടിയാൽ, സാന്ദ്രത കൂടിയാൽ അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിൻ്റെ അളവും എന്ത് ചെയ്യും? കൂടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ മിൽക്കിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ലാക്ടോമീറ്ററിനെ മുകളിലേക്ക് ആര് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും? അല്ലെങ്കിൽ ബോയൻസി ലാക്ടോമീറ്ററിൽ കൊടുത്തുകൊണ്ടേയിരിക്കും. കാര്യം ബോയൻസിയുടെ അളവ് എന്തായിരിക്കും? കൂടുതൽ. കാര്യം മിൽക്കിൻ്റെ ഡെൻസിറ്റി എന്താണ്? കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ബോയൻസിയും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ലാക്ടോമീറ്റർ എന്ത് ചെയ്ത് നിൽക്കുന്നത്? പൊങ്ങി നിൽക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ മിൽക്കും വാട്ടറും ഞാൻ എടുത്തു. എന്ന് പറഞ്ഞാൽ അവിടെ പ്യുവർ മിൽക്ക് അല്ല, അതിലെന്തും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നു? വെള്ളം അല്ലെങ്കിൽ ജലവും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മിക്സ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ, രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് റീഡിങ് അല്ലെങ്കിൽ ലാക്ടോമീറ്റർ താന്നുപോയി. എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിക്ക് അവിടെ വേരിയേഷൻ ഉണ്ടായി. നേരത്തെ കണ്ടീഷനുള്ള ഡെൻസിറ്റി ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. കാര്യം വെള്ളവും കൂടെ ഇവിടെ എന്ത് ചെയ്തു? കൂടിച്ചേർന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ കണ്ടീഷനിൽ ആക്ട് ചെയ്യപ്പെട്ട അത്രയും ബോയൻസി എവിടെ കാണത്തില്ല? രണ്ടാമത്തെ കണ്ടീഷനിൽ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് 2 കണ്ടീഷൻ തന്ന് പ്യുവർ മിൽക്ക് ഉപയോഗിക്കുമ്പോൾ ലാക്ടോമീറ്റർ പൊങ്ങി നിൽക്കുന്നു, റൈസ് ചെയ്ത് നിൽക്കുന്നു. എന്നാൽ വാട്ടർ പ്ലസ് മിൽക്ക് എടുക്കുന്ന സമയത്ത് ലാക്ടോമീറ്റർ താഴ്ന്നു പോകുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം, മിൽക്കിൻ്റെ ഡെൻസിറ്റി വാട്ടറിനേക്കാളും എന്താണ്? കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ പ്യുവർ മിൽക്ക് എടുക്കുമ്പോൾ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും കൂടുതലായിരിക്കും. ആ പ്ലവക്ഷമ ബലം കൂടുതലായതുകൊണ്ട് തന്നെ ലാക്ടോമീറ്റർ എന്ത് ചെയ്ത് നിൽക്കും? പൊങ്ങി നിൽക്കും. എന്നാൽ രണ്ടാമത്തെ കണ്ടീഷനിൽ അവിടെ ഡെൻസിറ്റി മാറ്റം വന്നില്ലേ? കാര്യം മിൽക്ക് മാത്രമല്ല, ആരും കൂടെ വന്നു? വെള്ളവും കൂടെ വന്നു. അപ്പോൾ ബോയൻസി, ആദ്യത്തെ കണ്ടീഷനിൽ ആക്ട് ചെയ്യപ്പെട്ട പ്ലവക്ഷമ ബലം, അത്രത്തോളം പ്ലവക്ഷമ ബലം രണ്ടാമത്തേൽ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് ലാക്ടോമീറ്റർ എന്ത് ചെയ്ത് പോകും? താഴ്ന്നു പോകുന്നു. സോ അതാണ് റീസൺ. അപ്പോൾ ബേസിക്കലി ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും എന്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലാ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും പ്രവർത്തിക്കുന്നത്. രണ്ടിൻ്റെയും ഉപയോഗം വേറെയാണ്. ഹൈഡ്രോമീറ്റർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഒരു ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ഒരു ദ്രവത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിന് വേണ്ടിയാണ് ഹൈഡ്രോമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. എന്നാൽ പാലിൻ്റെ പരിശുദ്ധി അല്ലെങ്കിൽ മിൽക്കിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്?
ലാക്ടോമീറ്റർ. എന്നാൽ ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും ബേസിക്കലി ഏത് ലോയുടെ ബേസിൽ, ലാ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്നറിയുക. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയേ, ആദ്യം ലാ ഓഫ് ഫ്ലോട്ടേഷൻ നോക്കി. പ്ലവന തത്വം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ എന്തിനു തുല്യമായിരിക്കും, ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞ തത്വമായിരുന്നു ലാ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം. നമ്മൾ പറഞ്ഞു പ്ലവന തത്വം അതിന്റെ ബേസിൽ ഷിപ്പിന്റെ കൺസ്ട്രക്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. കാര്യം ഷിപ്പിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്, അതിന്റെ ഭാരം എത്രയാണോ ആ ഭാരത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള വെള്ളത്തിനെ അല്ലെങ്കിൽ വാട്ടറിനെ അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ ആദേശം ചെയ്യുവാനുള്ള കഴിവ് കപ്പലിനുണ്ട്. അതുകൊണ്ടാണ് കപ്പൽ ജലത്തിന്റെ ഉപരിതലത്തിൽ എന്ത് ചെയ്ത് കിടക്കുന്നത്, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ത് പറഞ്ഞു, അയൺ ബ്ലോക്കിന്റെ കേസും പറഞ്ഞു. അയൺ ബ്ലോക്ക് ഞാൻ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് താന്നു പോകുന്നു. വൈ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബിക്കോസ് ആ പറഞ്ഞ അയൺ ബ്ലോക്കിന് എന്തിനുള്ള എബിലിറ്റി ഇല്ല, അതിൻ്റെ ഭാരം എത്രയാണോ ആ ഭാരത്തിനനുസരിച്ചുള്ള ഫ്ലൂയിഡിനെ ഡിസ്പ്ലേസ് ചെയ്യുവാനുള്ള കഴിവ് ആർക്കില്ല, ഈ പറഞ്ഞ അയൺ ബ്ലോക്കിനില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നില്ല, വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നില്ല. ഇനി മൂന്നാമത് നമ്മൾ എന്ത് പറഞ്ഞു, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു. എന്താ റിലേറ്റീവ് ഡെൻസിറ്റി? ഏതൊരു ദ്രാവകത്തിൻ്റെയും ഏതൊരു ഫ്ലൂയിഡിൻ്റെയും ദ്രവത്തിൻ്റെയും ഡെൻസിറ്റിയെ നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു, വാട്ടറിൻ്റെ സാന്ദ്രതയുമായിട്ട് അല്ലെങ്കിൽ ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ, അതാണ് അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ എന്തിന്റെ ഡെൻസിറ്റി, വാട്ടറിന്റെ ഡെൻസിറ്റി. ഡെൻസിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഏത് വസ്തു, സലൈൻ സൊല്യൂഷൻ എടുത്താൽ സലൈൻ സൊല്യൂഷൻ്റെ നോർമൽ ഡെൻസിറ്റി എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ എന്തിൻ്റെ ഡെൻസിറ്റി, വാട്ടറിൻ്റെ ഡെൻസിറ്റി. അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് കെറോസിൻ എടുക്കുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡഡ് ബൈ എന്തിൻ്റെ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഏതൊരു ദ്രവത്തിൻ്റെയും ഏതൊരു ഫ്ലൂയിഡിൻ്റെയും ഡെൻസിറ്റിയെ, സാന്ദ്രതയെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് ഏത് ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല എന്ന് പറഞ്ഞു, ദേ ഹാവ് നോ യൂണിറ്റ്, അതിന് ഒരിക്കലും യൂണിറ്റ് ഇല്ല. ഓക്കെ, നാലാമത് എന്ത് പറഞ്ഞു, നമ്മൾ ഈ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റും പറഞ്ഞു, എന്താ, ലാക്ടോമീറ്റർ. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, പാലിന്റെ പരിശുദ്ധി അളക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഫോർ ചെക്കിംഗ് ദ പ്യൂരിറ്റി ഓഫ് മിൽക്കിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലാക്ടോമീറ്റർ. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, ബോത്ത് രണ്ടാൾക്കാർ ഹൈഡ്രോമീറ്റർ ആയാലും ലാക്ടോമീറ്റർ ആയാലും വർക്ക് ചെയ്യുന്നത് എന്ത് ലോയുടെ ബേസിലാണ്, ലാ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആര് പ്രവർത്തിക്കുന്നത്, ഈ പറഞ്ഞ ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും. പിന്നെ അതിന്റെ റീഡിംഗ് എടുക്കുമ്പോൾ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഹൈഡ്രോമീറ്ററിലും ലാക്ടോമീറ്ററിന്റെയും ടോപ്പിലായിരിക്കും 0 വരുന്നത്, 0. അവിടെ നിന്നും താഴേക്കാണ് 1, 2, 3 എന്ന് പറഞ്ഞത്. ബാക്കി ചില ഇൻസ്ട്രുമെന്റ് പോലെ താഴെ നിന്നല്ല 0 തുടങ്ങുന്നത്, മുകളിൽ നിന്നാണ് 0 തുടങ്ങുന്നത്. ആ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏത് ചെയ്തത്, മിൽക്കിന്റെ എന്ത് കണ്ടുപിടിച്ചു, റിലേറ്റീവ് ഡെൻസിറ്റിയുടെ കേസ് നമ്മൾ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ മിൽക്കിന്റെ പ്യൂരിറ്റി നമ്മൾ ചെക്ക് ചെയ്തു അല്ലേ. ലാക്ടോമീറ്റർ ഒരു 2 കണ്ടീഷൻ വെച്ച് പറഞ്ഞു. പ്യുവറായിട്ടുള്ളൊരു മിൽക്ക് ഞാനൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു, അങ്ങനെ പ്യുവറായിട്ടുള്ളൊരു മിൽക്ക് എടുത്ത സമയത്ത് ലാക്ടോമീറ്റർ റീഡിംഗ് നല്ല രീതിയിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ ലാക്ടോമീറ്റർ പൊങ്ങി നിൽക്കുന്നു. രണ്ടാമത്തെ കണ്ടീഷനിൽ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് മിൽക്ക് പ്ലസ് വാട്ടർ ഞാൻ എടുത്തു, ജലവും എടുത്തു, വെള്ളം, പാലിൽ എന്ത് മിക്സ് ചെയ്തിരിക്കുന്നു, വെള്ളം മിക്സ് ചെയ്തൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. ആ സമയത്ത് ലാക്ടോമീറ്റർ താഴ്ന്നു പോയി എന്ന് പറഞ്ഞാൽ മിൽക്കിന് എന്തിനേക്കാളും ഡെൻസിറ്റി, സാന്ദ്രത കൂടുതലാണ്, എപ്പോഴും വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനിൽ ഒന്നാമത്തെ കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ആ ലാക്ടോമീറ്ററിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ലാക്ടോമീറ്ററിന്റെ മുകളിലേക്ക് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് കണ്ടീഷനിൽ ലാക്ടോമീറ്ററിൽ നല്ല റീഡിംഗ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. രണ്ടാമത്തേൽ എന്താ കണ്ടീഷൻ, അവിടെ ഡെൻസിറ്റിക്ക് വ്യതിയാനം ഉണ്ടായി. കാര്യം പാലിന്റെ കൂടെ എന്തും കൂടെ നമ്മൾ ചേർത്തു, ജലവും കൂടെ ചേർത്തിരിക്കുക, അവിടെ ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കണ്ടീഷനിലുള്ള പ്ലവക്ഷമ ബലം അത്രത്തോളം എവിടെ ഉണ്ടായിരിക്കത്തില്ല, രണ്ടാമത്തെ കണ്ടീഷനിൽ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ലാക്ടോമീറ്റർ എന്ത് ചെയ്ത് പോയത്, താഴ്ന്നു പോയത്. സോ ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണെന്ന് അറിയുക, ലാ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക, ബാക്കി അടുത്ത ക്ലാസ്സിൽ.